സൂരജ് സാർ, നമ്മൾ ഇന്ന് ഓട്ടോ സെഗ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ പോസിറ്റീവ് നോട്ടിലാണ് ഓട്ടോ സെഗ്മെന്റ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഇന്ന് 2% കൂടുതൽ എസ്പെഷ്യലി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്ക് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു ഇടിവിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു ന്യൂസ് എന്ന് പറയുന്നത്, ഹ്യുണ്ടായി അതോടൊപ്പം തന്നെ മാരുതി എന്നിവയ്ക്ക് പിന്നാലെ ഏപ്രിൽ 1 മുതൽ SUV-കളുടെയും കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെയും ഒക്കെ തന്നെ പ്രൈസ് കൂട്ടാനായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തീരുമാനിച്ചിരിക്കുകയാണ്. വാഹനത്തിന്റെ വേരിയന്റിനനുസരിച്ചായിരിക്കും പ്രൈസിന്റെ ഒരു നീക്കുപോക്ക് എത്രമാത്രമാണ് എന്ന് കമ്പനി തീരുമാനിക്കുക. ഏതായാലും ഈ ഒരു വർധനവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് 3% വരെയുള്ള ഒരു വർധനവാണ് കമ്പനി ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്, കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ വേറൊരു രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടെസ്ല പോലുള്ള കമ്പനികൾ ഇവിടെ ആഭ്യന്തര തലത്തിൽ വാഹനങ്ങളുടെ ഇൻട്രസ്റ്റ് അതോടൊപ്പം തന്നെ പ്രൈസിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് കുറഞ്ഞ അളവിൽ ഇവിടെ വാഹനങ്ങൾ നൽകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വർദ്ധിച്ചു വരുന്ന ചെലവുകൾ പിടിച്ചു നിർത്താനാവുന്നില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് ഈ ഒരു പ്രൈസ് ഹൈക്കിലേക്ക് കമ്പനികൾ പോകുന്നത്. ടെസ്ല ഇവിടെ ഈ ഒരു രീതി പിന്തുടരുന്ന സമയത്ത് ഡൊമസ്റ്റിക് കമ്പനികൾ ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കമ്പനികൾ ഈ പ്രൈസ് ഹൈക്കിലേക്ക് നീങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അത് കമ്പനികളെ റിഫ്ലക്ട് ചെയ്യുക എന്നാണ് സാറിന് തോന്നുന്നത്? ജാസ്മിൻ, ഇതിപ്പോൾ 2 ദിവസം മുമ്പേ വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ 25-26 ഈ ന്യൂ കാർ സെയിൽസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിനെ ബീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസ് വരും എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ കാർ ട്രേഡ് പോലുള്ള കമ്പനികളുടെ, നമ്മളിത് റെക്കമെൻഡേഷൻ ആയിട്ട് പറയുകയല്ല, ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് വളരെ പ്രീമിയം വാല്യുവേഷനിലാണ് അത് ട്രേഡ് ചെയ്യണം എന്നുള്ള ഓർത്തോളം. ബട്ട് ലക്ഷറി കാർ സെയിൽസും കോമൺ മാൻ്റെ കാർ സെയിൽസും യൂസ്ഡ് കാർ സെയിൽസ് ഭയങ്കരമായ ഒരു രീതിയിൽ പുതിയ കാർ സെയിൽസിനേക്കാളും വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഈ ബിഗ് ഓട്ടോ കമ്പനീസൊക്കെ ശരിക്കും ഒരു പ്രെഡേറ്റർ കമ്പനീസ് ആട്ടോ. അതായത് ഈ കമ്പനീസിൻ്റെയൊക്കെ, അതായത് നമ്മുടെ ഇവിടെ ഡീലേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീലറുണ്ട്, മാരുതി സുസുക്കി ഡീലറുണ്ട്, മഹീന്ദ്ര ഡീലേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഈ വളരെ പ്രത്യേകതയുള്ള ഒരു ബിസിനസ്സാണിത്. അതായത് നമ്മളൊരു റീറ്റെയിൽ, അതായത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് നടക്കും പോലെയാണ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നടക്കുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താ? നമ്മൾ സപ്ലയേഴ്സിൻ്റെ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു കാർ കമ്പനിയാണെന്ന് വിചാരിക്കുക, മാരുതിയോ ടൊയോട്ടയോ അല്ലെങ്കിൽ മഹീന്ദ്രയോ ഹ്യുണ്ടായോ എന്തോ ആയിക്കോട്ടെ, സപ്ലയേഴ്സിൻ്റെ നിന്ന്, ബോഷിൻ്റെ നിന്ന് ഞാൻ വൈപ്പർ മേടിക്കുന്നു, മദേഴ്സൺ സുമിയുടെ നിന്ന് കോയിൽ മേടിക്കുന്നു, ഇങ്ങനെ പല സാധനങ്ങളും മേടിച്ചിട്ട് നമ്മുടെ പ്ലാന്റിൽ ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്നു. അതായത് ഈ സപ്ലയേഴ്സിനൊന്നും നമ്മൾ പൈസ കൊടുത്തിട്ടില്ല കേട്ടോ, ആർക്കും പൈസ കൊടുത്തില്ല. ക്രെഡിറ്റിൽ സാധനം മേടിച്ച് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നു. കാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡീലേഴ്സിന്റെ തലയ്ക്ക് വച്ചു കൊടുക്കുന്നു, ക്യാഷ് ആൻഡ് ക്യാരിയിൽ. അതായത് ഡീലേഴ്സ് കാശ് കൊടുത്തിട്ടാണ്, നമ്മളിപ്പോൾ കൊച്ചിയിൽ കാണുന്ന പല ഡീലേഴ്സും കാശ് തന്നിട്ടാണ് കമ്പനികളുടെ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് അത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് സപ്ലയറിന് സപ്ലൈ ചെയ്യണമെന്നറിയോ ഈ ഓട്ടോമൊബൈൽ കമ്പനീസ്. ഈ ഓട്ടോമൊബൈൽ കമ്പനീസിനെ കുറിച്ച് അതുപോലെയാണല്ലോ നമ്മൾ റീറ്റെയിൽ, അതായത് സൂപ്പർ മാർക്കറ്റും അങ്ങനെയാണല്ലോ. നമ്മൾ യൂണിലിവർ, ITC, പാർലെ, ഫ്രൂട്ടി, പെപ്സി, കൊക്കക്കോള അല്ലെങ്കിൽ നെസ്ലെ ഇവരുടെ നിന്നൊക്കെ സാധനങ്ങൾ നമ്മൾ ക്രെഡിറ്റിനെടുത്ത് നമ്മുടെ കടയിൽ വയ്ക്കുന്നു. കസ്റ്റമേഴ്സിന് നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരിയിൽ കൊടുക്കുന്നു. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ സപ്ലയറിന് കൊടുക്കുന്നത്. അത്രയും നാൾ ഈ ക്യാഷ് നമ്മുടെ തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ള വരുന്ന സാധനങ്ങൾ അവർ തിരിച്ചെടുക്കുന്നു. ഇതാണല്ലോ റീറ്റെയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ബിസിനസ്. അതേപോലെ തന്നെയാണ് ഓട്ടോമൊബൈലിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇവർ അടുത്ത കാലത്ത് ലാസ്റ്റ് 2 ക്വാർട്ടറിൽ ഈ ഇൻവെന്ററി ഉണ്ടല്ലോ, ഇവർക്ക് അധികം വന്ന ഇൻവെന്ററി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡീലേഴ്സിന്റെ തലയ്ക്ക് അടുപ്പിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. വളരെ അടിച്ചേൽപ്പിച്ചു. അത് മാത്രമല്ല, ഓരോ ഡീലേഴ്സിനും അവർ പറയുന്നത് വെച്ചാൽ ഇനി നിങ്ങളുടെ സ്ഥലത്ത് വേറെ ആരും വരൂല എന്ന് പറഞ്ഞാണ് ആദ്യം ഡീലറിനെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഡീലർഷിപ്പ് എടുത്തതിന് ശേഷം ജംഗ്ഷനിലൊക്കെ അവർ ഡീലർഷിപ്പ് കൊടുക്കും. എന്നിട്ട് ഇവരുടെ ഇൻവെന്ററി കംപ്ലീറ്റ് അവർ വഴി ഇവരങ്ങ് മാനേജ് ചെയ്യും. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ബിസിനസ്സുകൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു അഡ്വാൻസ് ആയിട്ട് ഇവർ ഫ്രണ്ട് ലോഡ് ചെയ്യുകയാണ് ഇവരുടെ എക്സ്പെൻസ്. അതായത് ഇവർക്കറിയാം ഇവർക്ക് ആ ടെസ്ലയുടെ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന്. അതായത് US വളരെ വാശിയോടുകൂടിയാണ് ട്രംപ് നിൽക്കുന്നത്. ഇന്ത്യക്ക് ചിലപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അത് ഫെയിലൂർ ആണെന്നൊന്നും പറയില്ല, അത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ്. പിന്നെ അമേരിക്ക അങ്ങനെ മസിൽ ഫ്ലെക്സ് ചെയ്താൽ നമുക്ക് മാറാതിരിക്കാനും പറ്റില്ല. ബട്ട് അതോടുകൂടി ചിലപ്പോൾ ഇവർക്ക് ഇനിമേൽ അങ്ങോട്ട് ചിലപ്പോൾ കൂട്ടാൻ പറ്റുന്ന സാഹചര്യം വന്നില്ല എന്ന് വരാം. അതുകൊണ്ട് ഇപ്പോഴേ കൂട്ടി അവരങ്ങ് നിലനിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ വേറൊരു രസമാണ്, ഈ ആസ്റ്റൺ മാർട്ടിൻ ഇല്ലേ, ഈ ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കമ്പനി. ഈ ബ്രിട്ടീഷ് കമ്പനി പോലും ട്രംപിന്റെ ഈ ഇന്ത്യൻ ഓട്ടോമൊബൈൽസിലേക്ക് ടാരിഫിനെ ഭയങ്കര വലുതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ള. അതായത് ഈ ജെയിംസ് ബോണ്ട് മൂവിയിലൊക്കെ ഈ ആസ്റ്റൺ മാർട്ടിനാണ്. ആസ്റ്റൺ മാർട്ടിനും ജെയിംസ് ബോണ്ട് മൂവീസും തമ്മിലൊരു കോ ബ്രാൻഡിങ് ഉണ്ട്. അതിൽ അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യ വളരെ എന്താ പറയുക, അവർ 9 കോടിയൊക്കെയാണ് കേട്ടോ അവരൊരു കാർ വരുന്നത്. അവർ 21 കാറുകളാണ് കഴിഞ്ഞ കൊല്ലം അവർ സെല് ചെയ്ത്. അവർ പറഞ്ഞു ഇന്ത്യ ഈ 100% ഈ ഡ്യൂട്ടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ പറ്റുന്നത്, അത് കുറച്ച് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് സെല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു സൈഡിൽ. രണ്ടാമത് ഇപ്പോൾ ഹാർലി ഡേവിഡ്സന്റെ ശരിക്കും പറഞ്ഞ ഈ ടാരിഫിനെ അവർ സപ്പോർട്ട് ചെയ്താൽ പറയും.
അവർ പറഞ്ഞ വെച്ചാൽ വളരെ അൺഫെയർ ആണ് ഇന്ത്യ കാണിക്കുന്നത്. അവർ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുമല്ലോ, അതായത് US നിന്ന് ഹാർലി ഡേവിഡ്സൺ ബൈക്സ്, അതിന് 7-8% ഉള്ളൂ യൂറോപ്യൻ യൂണിയനിലേക്ക്. ബ്രസീലിൽ 18% ഉള്ളൂ ഈ വരുന്നതിനുള്ള ഡ്യൂട്ടി. ഏതാണ്ട് തായ്ലൻഡ് അവർ പറയുന്നത്, തായ്ലൻഡ് വലിയ ബൈക്കിന്റെ സ്ഥലമാണ്, അറിയാലോ, ഈ ടൂറിസം ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ ബൈക്കിൽ ടാക്സി പോലെ ബൈക്ക് ടാക്സീസ് ഒക്കെ ഉണ്ട്. അവിടെ 60% അവർ എന്താ പറയുക ഒരു ഡ്യൂട്ടി അവർ ലിവൈ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ 100%. അപ്പൊ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിലല്ല ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളൊരു കംപ്ലൈന്റ് ഗ്ലോബലി ഓട്ടോമൊബൈൽ കമ്പനീസ് 2 വീലർ ആയാലും 4 വീലർ ആയാലും ഉണ്ടെന്നുള്ളത്. രണ്ടാമത് ഈ ട്രംപിന്റെ ഈ സെന്റിമെന്റ് ഉണ്ടല്ലോ, അതായത് ടാരിഫിന്റെ ലിവൈ ചെയ്യുന്നതിന്റെ ആ സെന്റിമെന്റിനെ കൊക്കക്കോള, അതായത് കോള കമ്പനീസ്, പെപ്സി, കൊക്ക ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അമേരിക്കൻ കമ്പനീസാണ്, അവരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യ കുറച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യ വളരെ ഹൈ ടാരിഫാണ് വെക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ അസ്റ്റ്യൂട്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ചെയ്യണം എന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഈ കൊക്കക്കോള, പെപ്സിയൊക്കെ ഇവിടെ വരുമ്പോൾ, ഈ പെപ്സിയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്താ പറയുക, വരുൺ ബിവറേജസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അതിൻ്റെ ലാർജസ്റ്റ് ഈ ബോട്ടിൽ മേക്കർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കൊക്കക്കോളയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു യൂഫ്ലെക്സ് അത് ചെയ്യുന്നുണ്ടെന്നാണ്, കുറച്ച് പെറ്റ് ബോട്ടിൽസ് ചെയ്യുന്നതാണ്. ഗണേശ അക്വോസ്ഫിയർ എന്ന് പറയുന്ന കമ്പനി ഈ പെറ്റ് ബോട്ടിൽസിന് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ട്രംപ് ചെയ്യുന്ന ഈ ടാരിഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി, നമുക്ക് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതെങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാമെന്നൊരു ഇൻവെസ്റ്ററിനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, റൈറ്റ്? അതിലാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ വരുൺ ബിവറേജസിന്റെ ഈ പെറ്റ് ബോട്ടിലിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ ഗണേശ അക്വോസ്ഫിയറിന്റെ പെറ്റ് ബോട്ടിൽ റീസൈക്ലിംഗ് യൂണിറ്റ്, അല്ലെങ്കിൽ യൂഫ്ലെക്സിന്റെ ബോട്ടിലിംഗ് യൂണിറ്റ്, ഇതൊക്കെ കൊക്കക്കോളയുടെയും പെപ്സിയൊക്കെ ഒരുപാട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകളെ കുറിച്ച് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ ഈ മഹീന്ദ്രയുടെ കാര്യം, ഈ പറയുന്ന പോലെ കമ്പനികളെല്ലാം ഇന്ത്യ അക്രോസ് സ്പെക്ട്രം ബ്രോഡ് ബേസ്ഡ് ആയിട്ട് മാരുതി, ഹ്യുണ്ടായി, മഹീന്ദ്ര എല്ലാവരും എനിക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഫ്രണ്ട് ലോഡ് ചെയ്യാണ്. ഇനി അടുത്ത കുറച്ച് കാലത്തേക്ക് ഞങ്ങൾക്ക് പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. യെസ് ആനന്ദ്, അതോടൊപ്പം തന്നെ മഹീന്ദ്രയുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൂടി അറിയേണ്ടതുണ്ട്. ഇന്ന് 2% കൂടുതൽ ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 10-ാം തീയതിയാണ് 3270 രൂപ എന്നുള്ള ഒരു ഹയസ്റ്റ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ചെയ്യുന്ന ഒരു നിലവാരം എന്ന് പറയുന്നത് 2740 രൂപ എന്നുള്ളൊരു റേഞ്ചിലുമാണ്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ അണ്ടർടോൺ എങ്ങനെയാണുള്ളത്, ഒപ്പം പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ് ജാസ്മിൻ, മഹീന്ദ്ര നോക്കുകയാണെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു നല്ല രീതിയിലുള്ള സെൽ ഓഫ് നമുക്ക് ലാസ്റ്റ് 2 ദിവസമായിട്ട് മഹീന്ദ്ര കാണാൻ സാധിക്കുന്നുണ്ട്. മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2839 to 2845, ആ ഒരു 6 rupees ആ ഒരു റേഞ്ചിൽ നിന്നാണ് ആ ഒരു ഡ്രാസ്റ്റിക് സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ അത് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ടുവേഴ്സ് ദ ഡേ എൻഡ് നമുക്ക് ആ ഒരു ബയേഴ്സിനെ അട്ടിമറിച്ചുള്ള സെല്ലിംഗ് നമുക്ക് മഹീന്ദ്ര കാണാൻ സാധിച്ചു. സോ അതിൻ്റെ ആ ഒരു സെല്ലിംഗ് കണ്ടിന്യൂവേഷൻ ആണ് നിലവിലുള്ളത്. സോ മാർക്കറ്റ് എന്തായാലും നല്ലൊരു വീക്ക്നെസ്സോട് കൂടി നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള ഏകദേശം ഒരു 2611 to 28 ആ ഒരു എന്ത് പറയുന്നത് ഏകദേശം ഒരു 16-17 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ, ഒരു വീക്ക്നെസ്സോട് കൂടി വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് റിവേഴ്സൽ നമുക്ക് മഹീന്ദ്രയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിലവിൽ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 2839 to 2845, അതായത് ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നെ നമുക്ക് മഹീന്ദ്രയിൽ എക്സ്പെക്ട് ചെയ്യാം. നിലവിലൊരു ഏകദേശം ഒരു ബെയറിഷ് അണ്ടർടോൺ, നോട്ട് ഒരു അഗ്രസീവ് ബെയറിഷ് അണ്ടർടോൺ അല്ല, ബട്ട് സ്റ്റിൽ ഒരു മൈനർ ബെയറിഷ് അണ്ടർടോൺ നമുക്ക് മഹീന്ദ്ര കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചർ ചേഞ്ച് നടത്തി ആൻഡ് നെക്സ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ 2942 rupees ആണ്. ഓക്കെ, സോ അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 3070 rupees. സോ നിലവിലൊരു മേജർ സപ്പോർട്ടായിട്ട് നിലവിൽ നിൽക്കുന്നത് 2600, ആ ഒരു 611.28, ആ ഒരു 10 പോയിന്റ്സിൻ്റെ ആ ഒരു റേഞ്ചാണ്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ലെവൽ എന്ന് പറയുന്നത് 2463 to ഒരു 2470, ആ ഒരു 7 rupees ആ ഒരു റേഞ്ച്. സോ മഹീന്ദ്ര നമുക്ക് നിലവിൽ പ്രീവിയസ് സൈഡും കൂടി നോക്കുകയാണെങ്കിൽ ഒരു വളരെ എന്ത് പറയുന്നത് ഒരു 2-3 days കൊണ്ട് നമുക്ക് ഈ ഒരു കുറച്ചും കൂടി ഒരു ഫോൾ നമുക്ക് മഹീന്ദ്രയിൽ എക്സ്പെക്ട് ചെയ്യാം. ജാസ്മിൻ.